ഈശോയിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിന് നൽകുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഈശോയെ തിരുക്കുടുംബത്തിന് നഷ്ടമാകുന്നതും ദേവാലയത്തിൽ കണ്ടെത്തുന്നതും തിരികെ വീട്ടിൽ വരുന്നതുമായ രംഗമാണ്. തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. പ്രിയ മാതാപിതാക്കളെ, ഈ ദേവാലയത്തോട് ചേർന്നുള്ള ഒരു കുടുംബ പാരമ്പര്യം നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടാകണമെന്നാണ് വചനം പ്രത്യക്ഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ദേവാലയത്തോട് ചേർന്നുള്ള പതിവുകൾ, ആധ്യാത്മിക കാര്യങ്ങളിലുള്ള പതിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസോച്ഛ്വാസം ആയി മാറണം എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. വചനം ഓർമ്മിപ്പിക്കുകയാണ് ഈശോ എങ്ങോട്ടേക്കാണ് വന്നതെന്ന്. ജെറുസലേം നമുക്കറിയാം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഗിരിയാണ്. പീഡാസഹനങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് അത് മുഴുവൻ കുരിശിൽ തറച്ച് മനുഷ്യർക്ക്, നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ നൽകാൻ വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ആ ഇടമാണ് ജെറുസലേം. അതുകൊണ്ട് ഈശോയുടെ ചെറുപ്പം മുതൽ അവനിലുണ്ടായിരുന്ന പിതൃദൗത്യത്തിൻ്റെ ആ അവാച്യമായ ഓർമ്മയാണ് ഇവിടെ കാണുക. അവൻ ജെറുസലേമിൽ തന്നെ തങ്ങുകയാണ്. അവൻ്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ഭാവത്തിലേക്ക്, നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട മറ്റൊരു തലത്തിലേക്ക് വചനം വെളിച്ചം വീശുകയാണ്. അന്വേഷണത്തിൻ്റെ സത്യമെന്താണെന്ന്, ജീവിതത്തിൻ്റെ നേർവഴി ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും സകല വിശ്വാസികൾക്കുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തുക. യേശുവിനെ കാണാതാകുന്നു തിരുക്കുടുംബത്തിന്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ലോക ജീവിതത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന തിരുക്കുടുംബത്തിന് യേശുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ ചായ്ച്ചിലുകളും പ്രവണതകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്കും ഇത് സ്വാഭാവികമാണ്. എപ്പോഴും ഏത് നിമിഷവും യേശുവിനെ നഷ്ടപ്പെടാം എന്നുള്ള വലിയൊരു അനുഭവം, വലിയൊരു ബലഹീനതയുടെ പാഠം നമുക്കുണ്ട്. അവിടെ യേശുവിനെ തിരയാനും അന്വേഷിക്കാനും കണ്ടെത്താനും മാതാവിനെയും യൗസേപ്പിതാവിനെയും പോലെയുള്ള ഒരു ദൗത്യം നമുക്കുണ്ടായിരിക്കണം എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അവർ ജെറുസലേമിലേക്ക് യേശുവിനെ അന്വേഷിച്ച് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഈ 3 ദിവസം നമുക്കറിയാം ഈശോയുടെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിലേക്കുള്ള ഇടനാഴികയാണ്, ദൂരമാണ്. ഈ 3 ദിവസത്തിന് ശേഷം യേശുവിനെ കണ്ടെത്തിയെന്ന് പറയുന്നത് അവൻ ഈ ഭൂമിയിൽ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് മരണത്തിന് തന്നെ വിട്ടുകൊടുത്ത ദിനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തുകയാണ്. സഭാപിതാവായ ഒറിജൻ പറയുന്നു, ഈ ദേവാലയം സഭയാണ്, തിരുസഭയാണ് ദേവാലയം. ഓർമ്മിക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ, ഈശോ മിശിഹായുടെ കൃപാവരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട ഇടം, നമ്മൾ ചെന്നെത്തേണ്ട ഇടം ദേവാലയമാണ്, തിരുസഭയാണ്. തിരുസഭയിലാണ് ഈശോ മിശിഹായെ കണ്ടെത്തേണ്ടത്. തിരുസഭയുടെ ഈ ആരാധനയിലാണ് നമ്മൾ പങ്കുകൊള്ളേണ്ടത്. തിരുസഭയുടെ യാമപ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് ദേവാലയത്തിൽ, തിരുസഭയിൽ ഈശോ മിശിഹായെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉപാധ്യായന്മാരുടെയൊക്കെ ഇടയിലിരുന്ന് ഈശോ അവരെ ശ്രവിക്കുന്നു. അവൻ്റെ പ്രബോധനത്തിൽ, അവൻ്റെ ജ്ഞാനത്തിൽ അവരെല്ലാം അത്ഭുതപ്പെടുന്നു. ഈശോയോട് മാതാവ് ചോദിക്കുന്നു, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു.
അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതാണ് മാതാവിനും യൗസേ പിതാവിനും ഈശോ കൊടുക്കുന്ന ഒരു തിരുത്താണിത്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓരോ മനുഷ്യജീവനും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓരോ അപ്പനും അമ്മയും അറിഞ്ഞിരിക്കുക. സൂക്ഷത്തിനു വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവിക ജീവന്റെ സമ്മാനമാണ് അവരെന്ന് തിരിച്ചറിയണം. അമിതമായ ലാളനയും അമിതമായ ഉത്കണ്ഠകളും നമ്മുടെ മക്കളെക്കുറിച്ചുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനുണ്ടാകേണ്ട പരിപക്വമായ ഒരു കാഴ്ചപ്പാടാണ് ഈ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന്. ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാന സംഗതി എന്ന് ഈശോ പറയുകയാണ്. ഓരോ കുഞ്ഞും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കൾക്കു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് സകലതും കൊടുക്കുമ്പോഴും ഓർമ്മിക്കുക, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പതിവും, തിരുസഭയാകുന്ന ദേവാലയത്തിൽ ഈശോ മിശിഹായെ ആരാധിക്കാൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ തിരിച്ചറിയാൻ അവരുടെ മിഴികളെ പ്രകാശിപ്പിക്കാനുള്ള ദൗത്യമാണ് നിങ്ങളുടേതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ലേഖനഭാഗത്ത്, എഫേസോസ് ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നു. എന്താണ് ഒരു വിശ്വാസി, ഒരു ക്രൈസ്തവൻ അവൻ്റെ ജീവിതത്തിൽ കഴമ്പുള്ളതായിട്ട് കരുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും, ഈശോയുടെ സമാധാനവും കൃപയും അനുഭവിക്കുക. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. പിതാവായ ദൈവത്തിലേക്ക് ഈശോ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ആകേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇത് തന്നെയാണ് പൗലോസ് ശ്ലീഹായും ഓർപ്പിക്കുന്നത്. പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഇപ്പോൾ ഒരു മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥവും ലക്ഷ്യവും വ്യാപ്തിയും എന്താണെന്ന് ചോദിച്ചാൽ പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. ഈ അഭേദ്യമായ ബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകത്തുക. തുടർന്നുള്ള വചനം മുഴുവൻ അതാണ് പറയുന്നത്. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ഞാൻ. I am thought, I am loved, I am blessed by God. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, ഇതാണ് ക്രിസ്ത്യൻ ഐഡന്റിറ്റി. എനിക്ക് എന്നെക്കുറിച്ച് മാമോദീസ സ്വീകരിച്ച് തിരുസഭയിൽ അംഗമായി ഈശോ മിശിഹായിലൂടെ പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ മഹത്വപ്പെടുത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടാകേണ്ടത് ഈ തിരിച്ചറിവാണ്. പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മിലേക്ക് ചൊരിയപ്പെട്ട ഈ ദൈവിക രഹസ്യങ്ങൾ, ഈ ദൈവിക ജീവനെ തിരിച്ചറിയാനാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. തുടർന്ന് വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു 51-ാമത്തെ തിരുവചനം. പിന്നെ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്നവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ വചനങ്ങൾ വളരെ ധ്യാനം ആവശ്യമുള്ള വചനമാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: യേശു അല്ല അവിടെ വളർന്നത്, മാതാവും യൗസേ പിതാവുമാണ്. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് നമ്മളെപ്പോലെ തെരഞ്ഞെടുക്കപ്പെട്ട 2 വ്യക്തികൾ, മാതാവും യൗസേ പിതാവും, ഈ 2 വ്യക്തികളെ ഈശോ വളർത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്നതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്,
ഈശോ മിശിഹായുടെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് മാതാവിനെയും യൗസേപ്പ് പിതാവിനെയും ഈശോ വളർത്തിയെന്നാണ് പറയുക. അതുപോലെ തന്നെ പിതാക്കന്മാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നഷ്ടപ്പെട്ടത് യേശുവിനെ അല്ല, മാതാവിനെയും യൗസേപ്പ് പിതാവിനെയുമാണ് നഷ്ടപ്പെട്ടത്. കാരണം ഈശോ ദേവാലയത്തിലുണ്ട്, പിതാവിൻ്റെ കാര്യങ്ങളിൽ എല്ലാ നിമിഷവും സദാസമയവും സനാതനമായിട്ട് അവൻ വ്യാപൃതനാണ് ഈശോ മിശിഹായുടെ ദൈവപിതാവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നഷ്ടപ്പെട്ടത് ആർക്കാണ്? മാതാവിനും യൗസേപ്പ് പിതാവിനുമാണ്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന് ചിന്തിക്കണം, എപ്പോഴൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെട്ട ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നത് എവിടെയാണ്? തിരുസഭയിലാണോ? കൂദാശകളിലാണോ? നമ്മുടെ യാമങ്ങൾ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയിലാണോ? എവിടെയൊക്കെയാണ്? ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. മനോഹരമായിട്ട് ഈ ഒരു തിരുവചനം, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുകയാണ്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വത്തിക്കാനിലെ ആരാധന തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റായ കാർഡിനൽ റോബർട്ട് സാറ വളരെ മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നതിൻ്റെ അർത്ഥം ലൂക്കാ സുവിശേഷം 1:38 തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. അവൻ്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മനസ്സിലാകാത്തത് മുഴുവൻ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. മറിയത്തിൻ്റെ സൗന്ദര്യം, സമ്പൂർണമായ അവളുടെ സൗന്ദര്യം, സമ്പൂർണമായ അവളുടെ സംശുദ്ധി, അവളുടെ സ്വർഗീയമായ ശുശ്രൂഷ, ഇതെല്ലാം കുമിഞ്ഞു നിൽക്കുന്ന ആ മഞ്ഞു തുള്ളി എന്ന് പറയുന്നത് ഇതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. തന്നെ മുഴുവൻ വിട്ടുകൊടുക്കാനുള്ള അവളുടെ സൗമനസ്യം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ബ്ലെസ്സഡ് മദർ കൺസീവ്ഡ് ജീസസ് ഫസ്റ്റ് ഇൻ ഫെയ്ത്ത് ദെൻ ഇൻ ബോഡി. അപ്പം മാതാവ് ഈശോയ്ക്ക് ജന്മം നൽകുന്നത് വിശ്വാസത്തിലാണ് പരമപ്രധാനമായിട്ട്, അതിനുശേഷമാണ് ശരീരത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകുന്നതെന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കുക, വിശ്വാസത്തിൽ എന്തുമാത്രം ഈശോ മിശിഹായെ ജനിപ്പിക്കാൻ, ഈശോ മിശിഹായെ ലോകത്തിന് പകരാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഹൃദയവും മനസ്സും എന്നും എപ്പോഴും ഈശോ മിശിഹായിലായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ വിശ്വാസത്തെക്കുറിച്ച് ദൈവേർബും വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ മുഴുവൻ നിർവചനവും അതിൻ്റെ പൂർത്തിയിൽ കാണുന്നത് മറിയത്തിലാണ്. കാരണം ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് ബൈ വിച്ച് മാൻ കമ്മിറ്റ്സ് ഹിസ് ഹോൾ സെൽഫ് ഫ്രീലി ടു ഗോഡ്. അവൻ്റെ പൂർണ്ണതയിൽ അവൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായി വിശ്വാസത്തിലുള്ള അനുസരണത്തിൽ വിട്ടുകൊടുക്കുന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ രഹസ്യം. ഒബീഡിയൻസ് അത് മുഴുവനായിട്ടും വിട്ടുകൊടുക്കുന്ന, പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നതാ, മുഴുവൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, ഫെയ്ത്ത് ഈസ് നോട്ട് എ ട്രയംഫൽ മാർച്ച്. ഇപ്പോൾ വിശ്വാസം ഇതാണെന്ന്, പൂർണ്ണമായ സമർപ്പണവും അനുസരണവുമാണെന്ന് കാണിച്ചു തന്നിട്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, എങ്കിലും ഫെയ്ത്ത് ഈസ് നോട്ട് എ ട്രയംഫൽ മാർച്ച്, ഒരു വിജയശ്രീലാളിതമായ യാത്രയല്ല, ബട്ട് എ ജേർണി മാർക്ക്ഡ് ബൈ ഡെയിലി ട്രബിൾസ്. അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലാണ് ഈ വിശ്വാസത്തിൻ്റെ യാത്രയുടെ യാഥാർത്ഥ്യം അടങ്ങിയിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇനി ജോൺ പോൾ II മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മേരീസ് ജേർണി വാസ് മാർക്ക്ഡ് ബൈ എ പർട്ടിക്കുലർ ഹെവിനെസ് ഓഫ് ഹാർട്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്ര, വിശ്വാസയാത്ര അനിർവചനീയമായ ഒരു ഹൃദയവ്യഥയുടെ ഭാരമുള്ളതായിരുന്നു. വിച്ച് ഡ്രൂ നിയർ ടു ദ ഇൻവിസിബിൾ. അവളുടെ അനിർവചനീയമായ ഹൃദയവ്യഥ എങ്ങനെയുള്ളതായിരുന്നു? അവളെ ഓരോ നിമിഷവും ദ ഇൻവിസിബിൾ, ദൈവത്തിലേക്ക്, അദൃശ്യനായ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു. ഇപ്പൊ മനോഹരമായ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഈ സഭാപിതാക്കന്മാര്, നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പമാര് പഠിപ്പിക്കുന്നത് ഓർമ്മിക്കുക. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണമാണ്. ഈ ജീവിത വഴിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാം ഇന്ന് നേരിടുന്നത് പോലെ ഉണ്ടാകാം. പക്ഷെ മറിയത്തെ സംബന്ധിച്ചിടത്തോളം
അവളുടെ ജീവിതയാത്ര, അവളുടെ വിശ്വാസത്തിൻ്റെ യാത്രയുടെ ദുർഘടങ്ങൾ ഓരോന്നും അദൃശ്യനായ ദൈവത്തിലേക്ക് ചേർന്നിരിക്കാനുള്ള ഒരു ദൈവവിളിയായിട്ട് അവൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വിശ്വാസ ജീവിതം. തനിക്കു മനസ്സിലാകാത്ത ജീവിതാനുഭവങ്ങളിൽ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള ധൈര്യം. ഒന്നും മനസ്സിലായില്ല. വചനം നമ്മളോട് പറയുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല, അവർ ഒന്നും ഗ്രഹിച്ചില്ല. ഈശോ പറഞ്ഞത് എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. 50-ാമത്തെ തിരുവചനം പറയുന്നു, അവർ ഗ്രഹിച്ചില്ല എന്താണ്. പക്ഷെ ഈ അഗ്രാഹ്യമായ, ഗ്രഹിക്കാൻ പറ്റാത്ത ഈ നിമിഷം പോലും അദൃശ്യനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവവർബം പറയുന്നത് പോലെ ഈ പൂർണ്ണമായ വിട്ടുകൊടുക്കലാണ് വിശ്വാസം. മറിയത്തെ വ്യതിരക്തയാക്കി നിർത്തുന്ന സത്യം അതാണ്. തനിക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും ജ്ഞാനികൾ വന്ന് സന്ദർശിച്ചപ്പോഴും ഇത് തന്നെ മറിയം പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ സംഗതികളെക്കുറിച്ച് ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പം ഈശോയുടെ ജീവിതത്തിൽ ഈ ദൈവകുമാരനെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത കിട്ടിയപ്പോൾ അതിനുശേഷമുള്ള ജീവിതത്തിൻ്റെ സങ്കട സങ്കുലമായ ജീവിതയാത്രകളിൽ ഒന്നും മറിയത്തിന് പലതും പിടികിട്ടുന്നില്ല. പക്ഷേ ഈ പിടികിട്ടാത്ത ജീവിതത്തിൻ്റെ സമസ്യകൾ മുഴുവൻ, ഈ യാഥാർത്ഥ്യം മുഴുവൻ അദൃശ്യനായ ദൈവത്തിലോട് ചേർന്നിരിക്കാനുള്ള മറിയത്തിൻ്റെ സമർപ്പണമായിട്ട് മാറി എന്നുള്ളതാണ് അവളെ സഭ വണങ്ങാനുള്ള കാരണം. അതാണ് നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ കാണുക. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. സുഭാഷിതങ്ങൾ 3:1. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കണം. അപ്പം ഹൃദയത്തിന് എന്താണ് ഇതുപോലെയുള്ള ജീവിത അവസ്ഥകളെ തരണം ചെയ്യാനുള്ള പോംവഴി എന്ന് ചോദിച്ചാൽ എൻ്റെ കൽപ്പനകളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എടുത്തു വെച്ചു. അപ്പം മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തു ചെയ്തു എന്നത് ചോദ്യത്തിന് ഉത്തരമാണിത്. എൻ്റെ വഴികൾ തെറ്റാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുക എന്നതായിരുന്നു എൻ്റെ ജീവിത പ്രമാണം. ഇതാണ് ലൂക്കാസ് സുവിശേഷം 1:47 കാണുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ മഞ്ഞിഫിക്കാത്ത് മറിയം പാടിയ ഈ സ്തോത്രഗീതത്തിൻ്റെ ആന്തരികത എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം സംഭവങ്ങൾ, നമ്മുടെ വിശ്വാസ യാത്രയിൽ, ജീവിത വഴികളിൽ എന്തുമാത്രം നമുക്ക് മനസ്സിലാകാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മറിയത്തെ പോലെ, പ്രത്യേകിച്ച് ഇന്ന് ഈ വിമല ഹൃദയത്തെ ധ്യാനിക്കുന്ന, അമലമായ, വിമലമായ, മാലിന്യമേൽക്കാത്ത, ദോഷം തീണ്ടാത്ത ഈ ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഈ യാഥാർത്ഥ്യമാണ്. നമുക്ക് മനസ്സിലാകാത്ത ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് സംഭവിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിലും അവൻ നൽകിയ വചനത്തിലും ജീവിതത്തെ സമർപ്പിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ചങ്കുറപ്പ്, അതാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്കറിയാം, മരിയൻ സത്യവിശ്വാസങ്ങൾ സഭ പഠിപ്പിക്കുന്നത് 4ആണ്. ദൈവമാതാവ് AD 431 എഫേസൂസ് കൗൺസിലിൽ ദൈവമാതാവ് എന്ന വലിയ വിശ്വാസ സത്യം പ്രഘോഷിച്ചു. AD 649 ലാറ്ററൻ കൗൺസിലിൽ പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്ന് സഭ പ്രഖ്യാപിച്ചു. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവയാണെന്ന് മറിയത്തെ പ്രഖ്യാപിക്കുന്നു. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ സ്വർഗാരോപിത. അങ്ങനെ ഈ 4 തൂണുകളിലാണ് മരിയ വിജ്ഞാനീയം സഭയിൽ ചുവടുപിടിച്ചിരിക്കുന്നത്. ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത. അപ്പോൾ മാതാവിൻ്റെ ഈ സവിശേഷതകൾ എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? മാതാവിലേക്ക് ഓരോ വിശ്വാസിയോടും അടുത്ത് നിൽക്കാൻ സഭയുടെ പാരമ്പര്യം മുഴുവൻ പറയുന്നതിൻ്റെ കാരണം, ടു ബി ക്രിസ്ത്യൻ ഈസ് ടു ബി മരിയൻ. പോൾ 6-ാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുക. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെതായി മാറുക എന്ന് പറയുകയാണ്. ടു ബി ക്രിസ്ത്യൻ ഈസ് ടു ബി മരിയൻ. പഴം വേണ്ടവർ മരത്തെ സമീപിക്കുന്നു, ഈശോയെ വേണ്ടവർ മാതാവിനെ സമീപിക്കുന്നു. അൽഫോൻസ് ലിഗോരി പറഞ്ഞിരിക്കുകയാണ്. വത്തിക്കാനിലെ ഏറ്റവും വലിയ നിക്ഷേപം ഏതെന്ന് ചോദിച്ചപ്പോൾ 8-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതാണ് ജപമാല. മാതാവിനോടുള്ള പ്രാർത്ഥനകൾ കോർത്ത് ഇണക്കിയിട്ടിരിക്കുന്ന, മണിമുത്തുകൾ ശേഖരിച്ചിരിക്കുന്ന ആ ജപ വഴിയാണ് വത്തിക്കാനിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുകയാണ്.
അങ്ങനെ സഭയുടെ പാരമ്പര്യത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിൽ നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹ ആദ്യ നൂറ്റാണ്ടിൽ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നത് മറിയത്തിൻ്റെ, മാതാവിൻ്റെ ഒരു ചിത്രമായിരുന്നു എന്നാണ്. അതും ലൂക്കാസ് സുവിശേഷകൻ വരച്ച ഒരു ചിത്രം, ദ പോർട്ടബിൾ ഗോസ്പൽ. മാർത്തോമാ ശ്ലീഹ ഈ ഭാരതഭൂമിയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന, കയ്യിൽ കൊണ്ട് നടന്ന വേദപുസ്തകം ബൈബിൾ എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു എന്നുള്ളതാണ്. അത് ലൂക്കാസ് സുവിശേഷകൻ വരച്ചിരുന്നു എന്നാണ് പറയുക. അപ്പോൾ സഭയുടെ പാരമ്പര്യങ്ങളിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മറിയം ദിവ്യ കാരുണ്യ സ്ത്രീയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമായ മറിയത്തിലേക്ക്, പ്രത്യേകിച്ച് ദുർഘടങ്ങളെല്ലാം നമ്മളെ അലട്ടുന്ന ഈ വൈതരണിയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ എത്തി നിൽക്കേണ്ടത് മറിയത്തിലേക്കാണ്, അഭയം പ്രാപിക്കേണ്ടത് അമ്മയിലേക്കാണ്. അവൾ നൽകുന്ന ആനന്ദവും സംരക്ഷണവും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനമെന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാവിൻ്റെ ഈ ആന്തരികത, ഹൃദയഭാവങ്ങളെ ധ്യാനിക്കുമ്പോൾ അഗാധമായ മാതാവിൻ്റെ ദൈവസ്നേഹവും താഴ്മയും സമർപ്പണവുമെല്ലാം നമ്മുടെ ജീവിതത്തെ നിറഞ്ഞ സംതൃപ്തിയിൽ, നമ്മുടെ ജീവിതത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമായിട്ട് മാറേണ്ടതുണ്ട്. റോമാലേഖനം 5:12 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ മൂലം പാപം വഴി മരണവും ഉണ്ടായി, അങ്ങനെ എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു ചോദ്യം ഉദിക്കാവുന്നത് ഇങ്ങനെയാണ്, മറിയം അമലോത്ഭവയായത് എങ്ങനെയാണ്? മറിയം പാപമില്ലാത്തവളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? റോമാലേഖനം പറയുകയാണ്, ഒരു മനുഷ്യൻ മൂലം പാപം വഴി മരണം, അങ്ങനെ സകല മനുഷ്യകുലവും പാപത്തിനും മരണത്തിനും അടിമയായി. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറിയം അമലോത്ഭവ, വിമല ഹൃദയായി, മാലിന്യമില്ലാത്തവളായിട്ട് മാറുന്നത്? ബൈബിളിൽ കാണുന്നില്ലല്ലോ. ഇതൊരു പക്ഷേ ഒരു സാധാരണ വിശ്വാസിയുടെ ചോദ്യമാകാം. മറിയം വിമല ഹൃദയത്തിന് ഉടമയായിരുന്നുവെന്ന് ബൈബിളിൽ കാണുന്നില്ലല്ലോ എന്ന്. 1854 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9-ാം പിയൂസ് മാർപ്പാപ്പ മറിയം അമലോത്ഭവ എന്ന് പ്രഖ്യാപിച്ചു. നമുക്കറിയാം, സഭയുടെ വിശ്വാസത്തിന് കാതലായി നിൽക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ: 1 എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം, 2 എഴുതപ്പെടാത്ത വിശുദ്ധ പാരമ്പര്യം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 82 കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. വിത്ത് സെയിം സെന്റിമെന്റ്സ്, ഒരേ മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ കാണേണ്ടത് എഴുതപ്പെട്ട ഈ വേദപുസ്തകത്തെയും എഴുതപ്പെടാത്ത സഭയുടെ പാരമ്പര്യത്തെയും. അതുകൊണ്ടാണ് 7-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ വളരെ കൃത്യമായിട്ട് ഈ മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ, ഈ വിമല ഹൃദയത്തോടുള്ള ഭക്തി സഭയിൽ വളർന്നു വന്നിരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അമലോത്ഭവ എങ്ങനെയായി അമലോത്ഭവ മറിയം അങ്ങനെയായി മാറിയത് എന്നുള്ള ഇതിന് ദൈവശാസ്ത്രപരമായ മറുപടി 13-ാം നൂറ്റാണ്ടിൽ ഡോൺ സ്കോട്ടസ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസി നൽകുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, ദക്കുയിത്ത്, അത് ഉചിതമായിരുന്നു. 2, പൊത്തുയിത്ത്, അത് സാധ്യമായിരുന്നു. 3, എർഗോ ഫേച്ചിത്ത്, അത് ദൈവം ചെയ്തു. അപ്പം മറിയത്തിന് എങ്ങനെയാണ് അമലമായ വിമലമായ ഒരു ഹൃദയം സ്വന്തമായതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഒരിക്കലും മാറ്റാത്ത അചഞ്ചലമായ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു ദക്കുയിത്ത്. അവൾക്ക് വിമലമായൊരു ഹൃദയം ദൈവം നൽകുക ഉചിതമായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു ഹൃദയം കൊടുക്കാൻ ദൈവത്തിന് സാധ്യമായിരുന്നു. പൊത്തുയിത്ത്, എർഗോ ഫേച്ചിത്ത്, അങ്ങനെ ദൈവം ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മൾ മാലാഖയുടെ അഭിവാദനം, കൃപ നിറഞ്ഞവളെ സ്വസ്തി. നമ്മൾ കാണുകയാണ് ബൈബിളിൽ കൃപയുടെ നിറവിനെ മാലാഖ ആദരിക്കുകയാണ്. അതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്നത്. ഈ നന്മ നിറഞ്ഞത്, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് സെൽഫ് എംറ്റിങ് ആണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വിത്തൗട്ട് സിൻ ആൻഡ് സെൽഫ്. ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിത്തൗട്ട് സിൻ ആൻഡ് സെൽഫ്. ഞാൻ ഇല്ല അവിടെ, പാപങ്ങളുമില്ല. ഇതുകൊണ്ടാണ് അമലമായ വിമലമായ ഒരു ഹൃദയം മാതാവിനുണ്ടെന്ന് പറയുന്നത്. അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി, എനിക്കിനി മാതാവിൽ ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ മാത്രമേ മാതാവിലുള്ളൂ, ദൈവം മാത്രം. ഈ ദൈവകൃപ ലഭിച്ചവൾ എല്ലാ തലമുറകളാലും അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം അതാണ്. ഈ മാലാഖയുടെ അഭിവാദനം
എലിസബത്തിന്റെ അഭിവാദനം, ദൈവത്തിൻ്റെ അമ്മ, എമ്മേ ദാലാഹ, ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് ഭാഗ്യം ഇവിടെ നിന്ന്. മറിയം തന്നെ വിശേഷിപ്പിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മഗ്നിഫിക്കാത്തിൽ നമ്മളത് വായിക്കുകയാണ്. അപ്പോൾ സഭയുടെ പാരമ്പര്യത്തിൻ്റെ ബലം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ് കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൻ്റെ അടിത്തറ. അപ്പൊ അമ്മയെ ആദരിക്കാൻ മതിയായ കാരണങ്ങൾ സഭയുടെ വിശ്വാസം. ഓർമ്മിക്കണം, ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കാൻ ഒരമ്മയെ തെരഞ്ഞെടുത്തെങ്കിൽ മനുഷ്യരായ നമ്മളെല്ലാവരും ദൈവത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഈ അമ്മയിലൂടെ തന്നെയാണ് ദൈവം അഭിലഷിക്കുന്നത്. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഹൃദയവികാരങ്ങളെ ഏറ്റുവാങ്ങുന്ന യോഹന്നാന് ഈശോ അമ്മയെ നൽകുന്നതിൻ്റെ കാരണം അതാ. ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു അമ്മയിലൂടെ വന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ അമ്മയിലേക്ക് പോകേണ്ടത്, ആ ദൈവത്തിലേക്ക് പോകേണ്ടത് ഈ അമ്മയിലൂടെയാണ്. കത്തോലിക്കാ സഭയുടെ മുദ്രമൊഴിയായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആദ് ജേസൂസ് പെർ മറിയാം, മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക്. ഇതാണ് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഈ പാരമ്പര്യമാണ് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ വളരെ കൃത്യമായിട്ട് മറിയത്തെ വണങ്ങുകയും മറിയത്തോട് പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം അതാണ് എന്നോർമ്മിക്കുക. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അവളുടെ ഇൻറ്റീരിയോറിറ്റിയാണ്, അവളുടെ ആന്തരികതയാണ്. ആ ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് നൽകിയിരിക്കുക. ഈ ഹൃദയത്തിലൂടെയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു വാള് കടന്നു പോകുന്നത്. സപ്തവ്യാകുലങ്ങൾ, ജീവിതത്തിലെ 7 വ്യാകുലങ്ങൾ. ഈ മംഗളവാർത്ത ശ്രവിക്കുന്ന നാൾ മുതൽ ഈശോ മിശിഹായുടെ മൃതശരീരം മടിയിൽ കിടത്തുന്ന നിമിഷം വരെ കടന്നുപോയ ഈ 7 വൈതരണികൾ, ഈ ജീവിതത്തിൻ്റെ 7 പ്രതിസന്ധികൾ മാതാവിനൊന്നും മനസ്സിലായതല്ല. പക്ഷേ മനസ്സിലാകാത്ത മനുഷ്യൻ അഗ്രാഹ്യമായ ദൈവത്തിൻ്റെ വഴികളിലേക്ക് ഷീ ഡ്രീവ് നിയർ ടു ദ ഇൻവിസിബിൾ. അവളെ തന്നെ അദൃശ്യനായ ദൈവത്തിലേക്കും അവൻ്റെ വചനങ്ങൾ, മാറ്റമില്ലാത്ത അവിടുത്തെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ആ ഹൃദയം വിട്ടുകൊടുത്തും കൊണ്ടാണ് ഈ വിമല ഹൃദയത്തിന് മാതാവ് ഉടമയാകുന്നത് എന്ന് ഓർമ്മിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിച്ചുകൊണ്ട് പോകും. അമ്മയെ വേണ്ടത്ര ബഹുമാനം കൊടുക്കാതെ അമ്മയെ അവജ്ഞയോടെ നോക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിച്ചുകൊണ്ട് പോകും. അതിൻ്റെ അർത്ഥം കാക്ക വന്ന് നമ്മുടെ കണ്ണെല്ലാം കൂടെ കൊത്തിപ്പൊട്ടിക്കുമെന്നല്ല, മറിച്ച് ദൈവിക രഹസ്യങ്ങൾ കാണാനുള്ള ആന്തരികതയിൽ നമ്മളെ അന്ധരാക്കുമെന്നുള്ളതാണ്. നമ്മുടെ കണ്ണ് മൂടിക്കളയും. മാതാവ് കണ്ടു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഈ കാൽവരിയുടെ ജീവിതത്തിൻ്റെ സഹനഗിരികൾ, ഈ സഹനങ്ങളുടെ സങ്കട സങ്കുലമായ ജീവിതയാത്രകളെല്ലാം ഈശോ പിതാവായ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കാൻ വേണ്ടി തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഓർമ്മകളെയും പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യൻ അഗ്രാഹ്യമായ ശക്തിവിശേഷത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി, ദൈ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ അവൾക്ക് കിട്ടിയതാണ് ദൈവിക രഹസ്യങ്ങൾ. മാതാവും യൗസേ പിതാവും ദൈവിക രഹസ്യങ്ങളുടെ നിധി സൂക്ഷിപ്പുകാരാണ്. ഈ ദൈവിക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കും. ഈശോ മിശിഹായാകുന്ന ദൈവത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി മറിയം തൻ്റെ ഉദരവും ഹൃദയവും വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സഭയുടെ മുഴുവൻ തലമുറകൾ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വിശ്വാസത്തിൻ്റെ പ്രോജ്വലമായ വ്യക്തിത്വമായിട്ട് സഭയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവളെ സഭ പ്രകീർത്തിക്കുന്നത്. വിമലമായ അവളുടെ ഹൃദയത്തിന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കണമെന്ന്, പ്രതിഷ്ഠിക്കണമെന്ന് സഭ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം അതാ. കാരണം ഈ 7 വ്യാകുലങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. 7 അല്ല 70 ആയിരിക്കും ചിലപ്പം. ജീവിതത്തിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള സങ്കടങ്ങൾ, ജീവിതത്തിൻ്റെ വേദനകൾ, ഈ സങ്കടങ്ങളുടെ കണ്ണീർ കയം അത് മുഴുവൻ കുടിച്ചു വറ്റിക്കുമ്പോഴും ചിങ്ങവെയിലൊളി പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിച്ചെങ്കിൽ ഇതാണ് നമ്മളെയും പ്രേരിപ്പിക്കേണ്ടത്. ദൈവികമായ രഹസ്യം അമ്മയെ ആദരിക്കുക. അമ്മയെ ആദരിക്കുന്ന ഓരോ നിമിഷവും, മറിയത്തെ വണങ്ങുന്ന ഓരോ നിമിഷവും
ഈശോ മിശിഹായാകുന്ന ദൈവിക രഹസ്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവിക രഹസ്യത്തെയാണ് ഓരോ നിമിഷവും അമ്മയോട് ചേർന്ന് നമ്മളും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നത്. അമ്മയെപ്പോലെ കറയില്ലാത്ത, ഉത്ഭവ പാപം പോലും തീണ്ടാത്ത, ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിന് നൽകിയത് ഈ ഒരു വാഗ്ദാനമാണ്, ഈ ഒരു തിരിച്ചറിവാണ്. നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് യേശുവിനോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് സ്വന്തമായിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 3:4 പറയുന്നു, അമ്മയെ ആദരിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ ആദരിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാതാവിനെ വണങ്ങാനും മാതാവിനെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് പ്രേരണ നൽകുന്ന ദൈവവചന ഭാഗങ്ങളാണ്. നിക്ഷേപം കൂട്ടുക. എന്താണ് ഈ നിക്ഷേപം? ഈശോ മിശിഹായാണ്. അമ്മയെ ആദരിക്കുന്ന ഓരോ നിമിഷവും ഈശോ മിശിഹായാകുന്ന നിക്ഷേപത്തെ ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങുക. അതുകൊണ്ടാണ് ആദ്യ സക്രാരി എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നതിൻ്റെ കാരണം. ഈശോ മിശിഹായെ വഹിച്ചവളാണ് അവൾ ഹൃദയത്തിലും മനസ്സിലും. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. യാമപ്രാർത്ഥനയിൽ, ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ മനോഹരമായ ഒരു ഗീതമുണ്ട്. ഏതേൻ വാടിയില്ല, കനി നരനേകിയില്ല, അണയാത്തൊരു ജീവൻ, മറിയത്തിൻ തിരുവുദരത്തിൽ പൂങ്കനി അന്നൊന്നുരുവായി, മൃതിയുടെ പിടിയിൽ വീണുഴലുന്ന മാനവന് ആ കനി ഭോജനമായി ദൈവികമായ ജീവൻ തളിരിട്ടു. മറിയത്തെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ കാണുന്ന ഈ ഒരു മാതാവിനെ ആദരിക്കാനും വണങ്ങാനുമുള്ള, അമ്മയെ ആദരിക്കാനും വണങ്ങാനുമുള്ള ഈ നിർദ്ദേശത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അവളുടെ മഹത്വമാണ്. ഏതേൻ വാടിയിൽ, ഏതേൻ തോട്ടത്തിൽ ദൈവം നട്ട വൃക്ഷത്തിൻ്റെ കനി മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, അവൻ്റെ സ്വാർത്ഥതയും അവൻ്റെ പാപവഴികളും മൂലം. എന്നാൽ മറിയമാകുന്ന അവളുടെ ഉദരത്തിൽ ഒരു പൂങ്കനി ഉരുവായി. അതാണ് ക്രിസ്തു, ഈശോ മിശിഹ. ആ പൂങ്കനി എന്താണ് ചെയ്തത്? അത് നമുക്ക് ഓരോരുത്തർക്കും ജീവന് കാരണമായി, ദൈവിക ജീവന് കാരണമായെന്ന് യാമപ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും പൗരസ്ത്യ സഭയിൽ മാതാവിൻ്റെ തിരുനാളായിട്ട് കൊണ്ടാടുമ്പോൾ, സ്മരണ കൊണ്ടാടുമ്പോൾ, ഓർമ്മ ആചരിക്കുമ്പോൾ ഈ ക്രിസ്തു രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുക എന്ന് ഓർമ്മിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ്, റൂഹാദ കുദശ വന്നു നിറഞ്ഞ, പൂർണ്ണമായിട്ട് വന്നു നിറഞ്ഞ ഒരേ ഒരു വ്യക്തി മറിയമാണ്. അതുകൊണ്ടാണ് അവളുടെ വിമല ഹൃദയത്തെ വണങ്ങണം. ഏതാണ്ട് 18ഓളം തിരുനാളുകൾ ഒരാണ്ടുവട്ടത്തിൽ സഭ മാതാവിനെക്കുറിച്ച്, പ്രധാന തിരുനാളുകൾ കേട്ടോ, അത് ആഘോഷിക്കുന്നതിൻ്റെ കാരണം അതാ. പരിശുദ്ധാത്മാവ് പൂർണ്ണതയിൽ വന്നു നിറഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം മാതാവായിരുന്നു. ബാക്കി എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും അഭിഷേകവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണതയിൽ, കാരണം ദൈവകുമാരന് പിറക്കാനുള്ള ഇടം പരിപൂർണമായ വിശുദ്ധിയുടെയും വചനസമർപ്പണത്തിൻ്റെയും ആയിരിക്കണം എന്നുള്ള ദൈവനിശ്ചയപ്രകാരമാണത്. അതാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന അർത്ഥവും വ്യാപ്തിയും. ദൈവിക രഹസ്യങ്ങളുടെ ഈ നിധി, ആ ഹൃദയത്തെയാണ് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. വ്യാകുലങ്ങൾ പിളർത്തുന്ന നമ്മുടെ ജീവിതങ്ങളും പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനും, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ നന്മയുണ്ടാകാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന പാപം, ജീവിതത്തിൻ്റെ തളർത്തിക്കളയുന്ന ഓർമ്മകൾ, അനുഭവങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിനോട് ആദരവില്ലാത്ത പ്രവർത്തികൾ, പെരുകുന്ന കൊലപാതകങ്ങൾ, ഉണ്ടാകുന്ന ദാമ്പത്യ ശൈഥില്യങ്ങൾ, നിസാര കാര്യത്തിന് വേണ്ടി കൂടി ജീവിതം വിട്ടുപേക്ഷിച്ച് ലോകത്തിൻ്റെ വഴിയെ പായുമ്പോൾ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമാകുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നമുക്ക് നഷ്ടമാകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിതമല്ലാതായിട്ട് മാറുമ്പോൾ മാതാവിൽ അഭയം ഗമിക്കുക. നമ്മുടെ ജപമാലയുടെ ശേഷം ചൊല്ലാനുള്ള പ്രാർത്ഥനകളുടെ പൊരുളതാണ്. മാതാവിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളെ ഞങ്ങളിലേക്ക് തിരിക്കണമെന്നും ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമായ മാതാവിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വീണ്ടെടുക്കണം എന്നുള്ളതുമാണ്. അതുകൊണ്ട് സഭയുടെ ഈ പ്രബോധനങ്ങളെ ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകമായിട്ട് നമുക്ക് ആദരിക്കാനും വണങ്ങാനും സാധിക്കട്ടെ. അമ്മയിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ, അമ്മയിലൂടെ ദൈവത്തെ തേടാനും തിരയാനും, അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ അമ്മയോട് ചേർത്ത് ദൈവത്തിന് സമർപ്പിക്കാൻ. കാരണം നമ്മൾ എത്ര പൂർണ്ണരാണെന്ന് പറഞ്ഞാലും പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയുടെ ഉറവിടങ്ങളല്ല. അതുകൊണ്ടാണ് പരമപരിശുദ്ധിയായ ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മാതാവിലൂടെ, ഒരമ്മയിലൂടെയുള്ള അഭയം
എല്ലാം കൊണ്ടും സമുചിതമാണെന്ന് തിരിച്ചറിഞ്ഞ സഭ ഈ അമ്മയെ വണങ്ങാനും ആദരിക്കാനും വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. വിശ്വാസത്തിൽ, വചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.